അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. മദീനയുടെ പ്രാന്തപ്രദേശത്തു നിന്ന് രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് എത്തി. രണ്ടാളുകളും ഒരേ സമയം ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. രണ്ടിലൊരാൾ വളരെയധികം അധ്വാനിക്കുന്ന ദീനിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദാവുകയുണ്ടായി. രണ്ടാമത്തെ ആൾ ഒരു വർഷം കൂടി കൂടുതൽ ജീവിക്കുകയും പിന്നീട് സാധാരണ നിലയിൽ അദ്ദേഹവും മരണപ്പെടുകയുണ്ടായി. പിന്നീട് ഒരു നാൾ മഹാനായ ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. സ്വർഗത്തിൽ നിന്നൊരാൾ ഇറങ്ങി വന്ന് രണ്ടാമത് സാധാരണ നിലയിൽ മരണപ്പെട്ട സ്വഹാബിയെ സ്വർഗത്തിലേക്ക് വിളിച്ചു. എന്നാൽ ഷഹീദായ സ്വഹാബിയെ ഒരൽപ്പം കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത്. ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നകഥ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. സ്വഹാബിമാർ അത്ഭുതപ്പെട്ടു. ഷഹീദായി മരിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ ആ സ്വഹാബിയേക്കാൾ സാധാരണഗതിയിൽ മരിച്ച സ്വഹാബിക്ക് എന്താണ് ഇത്ര മഹത്വം? അദ്ദേഹം എങ്ങനെയാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്? സ്വഹാബത്തിനിടയിൽ ചർച്ചയായി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അത്ഭുതം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലമാ അദ്റക റമദാൻ വസാമ, അദ്ദേഹത്തിന് ഒരു റമദാൻ കൂടി കിട്ടിയിട്ടില്ലേ കൂടുതൽ, എന്നിട്ട് ആ റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തിട്ടില്ലേ? ഇവർ രണ്ടുപേരും തമ്മിൽ ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സഹോദരങ്ങളെ, റമദാനിന്റെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.